നെക്സ്റ്റ് ടോപ്പിക് ഇൻ ഡ്രഗ്സ്, അതായത് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് ഡിസ്കസ് ചെയ്തു, ആൻറ്റി ഡിപ്രസൻസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഉള്ള ഒരു കാറ്റഗറിയാണ് മൂഡ് സ്റ്റെബിലൈസിങ് ഡ്രഗ്സ്. അതായത് മാനിയ, ബൈപ്പോളർ ഡിസോർഡർ എന്നീ കണ്ടീഷനുകളിൽ മെയിനായിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഒറ്റയ്ക്കല്ല, അതോടൊപ്പം ആൻറ്റിസൈക്കോട്ടിക്സും ആൻറ്റി ഡിപ്രസൻസും കണ്ടീഷൻ അനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന മൂഡ് സ്റ്റെബിലൈസിങ് ഡ്രഗ്സ് ദാറ്റ് ആർ ലിഥിയം, കാർബാമസെപ്പൈൻ ആൻഡ് സോഡിയം വാൽപ്രൈറ്റ്. ഇതിലേറ്റവും കോമൺ ആൻഡ് വൈഡ്ലി യൂസ്ഡ് വൺ ഈസ് ലിഥിയം. ഓക്കെ, അപ്പോൾ ലിഥിയം എന്നുള്ളത് ഒരു മൂഡ് സ്റ്റെബിലൈസിങ് ഏജൻ്റാണ്. സോഡിയം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ സവിശേഷതകൾ ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആറ്റമിക് നമ്പർ, വെയ്റ്റ് ഇതെല്ലാം ഉള്ള ഒരു മോളിക്യൂളാണ് ലിഥിയം എന്നുള്ളത്. അപ്പോൾ ലിഥിയത്തിൻ്റെ മേജറായിട്ടുള്ള ഇൻഡിക്കേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ മേജർ ഇൻഡിക്കേഷൻസ് ഇൻക്ലൂഡ് അക്യൂട്ട് മാനിയ, prophylaxis for bipolar and unipolar mood disorders, schizoaffective disorders, cyclothymia, impulsivity and aggression, premenstrual dysphoric disorders, bulimia nervosa, borderline personality disorders. അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡിക്കേഷൻസ് തന്നെ ലിഥിയത്തിനുണ്ട്. മേജർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് സ്റ്റെബിലൈസിങ്, ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ അക്യൂട്ട് മാനിയ ആൻഡ് ബൈപ്പോളർ ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലിഥിയം, ദ എക്സാക്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലിഥിയം ഈസ് സ്റ്റിൽ അൺനോൺ. പ്രൊബബിൾ ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ മെയിൻലി സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണത് യൂസ് ചെയ്യുന്നത്. ആക്സിലറേറ്റ് ദ പ്രീ സിനാപ്റ്റിക് റീഅപ്ടേക്ക് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് കാറ്റക്കോളമൈൻസ് ലൈക്ക് നോറെപ്പിനെഫ്രിൻ. അതായത് നോറെപ്പിനെഫ്രിൻ നമുക്കറിയാം ഊർജ്ജസ്വലത, എനർജറ്റിക് ഫീലിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കൂടുന്നത് മൂലം ഓവർ ആക്ടിവിറ്റി, ഓവർ എനർജി ഫീലിംഗ് ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുകയും അല്ലെങ്കിൽ സെറട്ടോണിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുകയും മൂലം പേഷ്യൻറ്റിൻ്റെ ഓവർ ആക്ടിവിറ്റിയും ഓവർ എക്സൈറ്റ്മെൻറ്റും കൺട്രോളിൽ വരുത്താൻ കഴിയും എന്നുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ലിഥിയത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ലിഥിയം കാർബണേറ്റ് 300 mg ടാബ്ലറ്റ്സ്, 400 mg സസ്റ്റെയിൻ റിലീസ് ടാബ്ലറ്റ്സ്, ലിഥിയം സിട്രേറ്റ് 300 mg per 5 ml ലിക്വിഡ്. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻസിൽ അവൈലബിൾ ആണ്. ലിഥിയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ലെവൽ മെയിൻ്റനൻസ് ആണ്. അതായത് ലിഥിയത്തിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 to 1.2 mg/L ഫോർ അക്യൂട്ട് മാനിയ ആൻഡ് പ്രൊഫൈലാക്റ്റിക് ലെവൽസ് ആർ 0.6 to 1.2 mg/L. അതായത് ഈ ഒരു സ്പെസിഫിക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു ഇൻറ്റൻറ്റഡ് എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ആ 0.8 താഴെ പോവുകയാണെങ്കിൽ അക്യൂട്ട് മാനിയയിൽ അത് ഒരു ഗുണമില്ലാതെ പോവുകയും 1.2 കുറച്ചുകൂടിയും കൂടി ഒരു 2 മുകളിൽ പോവുകയാണെങ്കിൽ 2 mg/L മുകളിൽ പോവുകയാണെങ്കിൽ അത് ലിഥിയം ടോക്സിസിറ്റി എന്നുള്ള ഒരു സീരിയസ് കണ്ടീഷന് കാരണമാക്കുകയും ചെയ്യും. ഓക്കെ, കൺസിഡറിങ് ദ സൈഡ് എഫക്ട്സ് ഓഫ് ലിഥിയം, അത് നമുക്ക് ലിഥിയത്തിൻ്റെ ആ ഒരു പേരിൽ നിന്ന് തന്നെ, സ്പെല്ലിങ്ങിൽ നിന്ന് തന്നെ എടുക്കാം. എല്ലാം അതിലില്ല, എന്നാലും മോസ്റ്റ്ലി നമുക്കതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. L ഫോർ ലിഥിയം ടോക്സിസിറ്റി, I ഫോർ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് പറയാം. അതിൽ സീഷേഴ്സ് അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. T ഫോർ ട്രമേഴ്സ്, T വേവ് ഡിപ്രഷൻ, ടെറാട്ടോജനിക് സൈഡ് എഫക്ട്സ് ആൻഡ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ T വെച്ച് നമുക്ക് എടുക്കാം. H വെച്ച് നമുക്ക് ഹെപ്പാറ്റോ ടോക്സിസിറ്റി എന്നുള്ള രീതിയിൽ മൈൽഡ് ഹെപ്പാറ്റോ ടോക്സിസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. I ഇറിറ്റബിലിറ്റി, ഇൻസോംനിയനേക്കാൾ കൂടുതൽ അവിടെ സെഡേറ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇറിറ്റബിലിറ്റി വേണമെങ്കിൽ ഉണ്ടായേക്കാം.
ആൻഡ് യു ആൻഡ് എം മോട്ടോർ ഹൈപ്പർ ആക്ടിവിറ്റി എം വെച്ചെടുക്കാം. യു വെച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത് നിങ്ങൾ നോക്കുക. മേജറായിട്ടുള്ളത് ഷോർട്ട് ഫോമിൽ തന്നെ നമുക്ക് എടുക്കാം. അല്ലാതെ പോളിഡിപ്സിയ, പോളിയൂറിയ, നെഫ്രോട്ടിക് സിൻഡ്രോം, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, മെറ്റാലിക് ടേസ്റ്റ് എം വെച്ച് മെറ്റാലിക് ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെ നമുക്ക് എടുക്കാം. മോട്ടോർ ഹൈപ്പർ ആക്ടിവിറ്റി പ്ലസ് മെറ്റാലിക് ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സൈഡ് എഫക്റ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ലിഥിയം ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിഥിയം ടോക്സിസിറ്റി ഒക്കേഴ്സ് വെൻ ദി സിറം ലിഥിയം ലെവൽ എലിവേറ്റ്സ് മോർ ദാൻ 2 milliequivalent per liter, characterized by wide variety of symptoms such as ataxia, tremors, severe nausea and vomiting, impaired memory, hallucinations, convulsions, lethargy, coma, nystagmus. These are the common symptoms associated with lithium toxicity. The management of lithium toxicity includes discontinuation of the drug immediately for significant short-term ingestion. The residual gastric content should be removed by gastric lavage or activated charcoal use. And if there is severe lithium toxicity, the patient is prescribed for hemodialysis so that we can save the life of the patient. Contraindications of lithium use mainly cardiac problems, renal dysfunction, thyroid dysfunction. During first trimester of pregnancy, due to teratogenic possibility, we have to avoid the use of lithium. Hypothyroidism, severe dehydration and history of seizures. These are the contraindication of lithium usage. Nurses' responsibility for receiving lithium or giving lithium for patients. Okay, the pre-lithium workup that includes a complete physical history, ECG, total blood studies, urine examination, routine and microscopy must be carried out. Renal function test that must be done in order to avoid the renal toxicity, or any history of renal dysfunction must be ruled out. And thyroid function test in order to find out is there any hypothyroidism or any other complications that is related with thyroid gland. അത് കൂടാതെ ലിഥിയം കൊടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള മേജറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിഥിയത്തിൻ്റെ മെഡിസിൻ TID പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻ ബൈ ചാൻസിൽ ഒരു ഡോസ് മിസ്സാവുകയാണെങ്കിൽ സമയം മാറി ആ ഡോസ് കഴിക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഡോസ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഓവർ use of lithium or over concentration of lithium in blood, it will lead to lithium toxicity. അപ്പോൾ ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു നേരത്തെ മെഡിസിൻ സ്കിപ്പായി കഴിഞ്ഞാൽ അത് അടുത്ത നേരത്തിനോട് അടുപ്പിച്ച് കഴിക്കാതെ ആ ഒരു സ്പെസിഫിക് ടൈമിലുള്ള ആ ഒരു ഡോസിനെ ഒഴിവാക്കുകയും ബാക്കി നോർമലായിട്ടുള്ള TID ഫോർമാറ്റിലുള്ള TDS 3 times a day എന്നുള്ള രീതിയിൽ കഴിക്കുന്നതാണെങ്കിൽ ബാക്കിയുള്ള സമയത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുക. അതുകൂടാതെ സോഡിയത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ച് ലിഥിയം ടോക്സിസിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോഡിയം ഒപ്റ്റിമം ലെവലിരിക്കുമ്പോൾ ലിഥിയം അതിൻ്റെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്റ്റിമം ബെനിഫിറ്റ്സ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ലോസ് വരാനുള്ള കാര്യങ്ങൾ, അതായത് സിവിയർ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് അത് ഇൻഫോം ചെയ്യുക. സിവിയർ ഡയറിയ, എക്സ്ട്രീം സ്വെറ്റിംഗ് അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ കൂടുതൽ സിവിയർ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ സിവിയർ സ്ട്രെയിനുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വെറ്റ് ലോസ് ആവും. സ്വെറ്റിലൂടെ സോഡിയം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും there will be an imbalance between the level of sodium and lithium that in turns lead to lithium toxicity. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ലിഥിയം ഡ്രഗിൻ്റെ റെജിമെനിലുള്ള പേഷ്യൻസ് അവോയ്ഡ് ചെയ്യാൻ
ശ്രദ്ധിക്കണം. ദീസ് ആർ ദ മേജർ പോയിന്റ്സ് ടു റിമെമ്പർ ഇൻ ലിഥിയം. ഓക്കെ.